അയ്യോ എൻ്റെ മോൻ അത് പോയി. ഇവൻ്റെ എവിടെ കുത്തി യന്ത്രം നിൽക്കും. ഹായ് ഗായ്സ്, വെൽക്കം ടു ഡബിൾ ബാരൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളോട് വീഡിയോ ചെയ്യാൻ അമ്മുണ്ട്. കുറേ നാൾക്ക് ശേഷം അമ്മും വീഡിയോ ചെയ്യാമെന്നൊക്കെ സമ്മതിച്ച് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് തവണ പറയും ഗൈസ് അമ്മനോട് വീഡിയോ ഞങ്ങളോട് ചെയ്യണം. പക്ഷേ ആദ്യം ഒന്നും കേൾക്കത്തൊന്നുമില്ല. പിന്നെ പറഞ്ഞ് ഞങ്ങൾ കയ്യും കാലും ഒക്കെ പിടിച്ചാണ് ഞങ്ങളൊരു വീഡിയോ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചലഞ്ച് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ചലഞ്ചിനുള്ള സാധനങ്ങളാണ് ഇത് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഗംഭീര ചലഞ്ച് ആകണം എന്ന് ഞങ്ങൾ മക്കളെ നശിപ്പിച്ചു. മാക്സിമം അടിപൊളിയാക്കി എൻഗേജിങ് ആക്കി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തുമായി തീരുമാനം ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു പിന്നെ അമ്മുവിൻ്റെ മണ്ടത്തരങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ എൻഗേജിങ് ആയിക്കോളും. അപ്പോൾ ഞങ്ങൾ അമ്മുവിനെ കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യിക്കാൻ പോവാണ്. അത് നിങ്ങൾ കേട്ടോ. ഇത് ഈ ചലഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു തരും. പറ. ഇത് 3 പാത്രത്തിൽ തണ്ണിമത്തൻ. നമ്മൾ ആരാണോ ആദ്യമേ കഴിച്ചു കഴിയുന്നത് അവരായിരിക്കും വിന്നർ. അത് മാത്രം. അത് കറക്റ്റ് ശരി. ഓക്കെ. ഇത് 3 റിബൺ. 3 റിബൺ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും? ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ഇപ്പൊ തന്നെ വാങ്ങാത്തലിക്കുന്നത് എനിക്കറിയാം. മുടി കെട്ടാനായിരിക്കാം മേ ബി, എനിക്ക് അറിഞ്ഞുകൂടാ. സഗസ് ഇത് കണ്ടിട്ട് ഒരു ഗ്ലാസ് ഉണ്ട്, 3 ഗ്ലാസ് ഉണ്ട്, 3 വെള്ളക്കുപ്പി, ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. ഇതിൽ മുക്കി ആരാധന കഴിക്കുന്നതായിരിക്കും. പക്ഷെ ഒറ്റ ബിസ്ക്കറ്റ്. വെള്ളത്തിന്റെ കാര്യം എന്തുവാ? ബാക്കി വരുന്ന വെള്ളം ആരാണോ ആദ്യം കുടിച്ച് തീർക്കുന്നത് അവർക്ക് ഫസ്റ്റ് ആണ് ഗായ്സ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം, ആ ചലഞ്ച് എന്തുവാന്ന് ഞങ്ങൾ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇത്രയും നീട്ടിക്കാതെ നമുക്ക് ചലഞ്ചോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാര്യം ഇതൊന്നുമല്ല. ഈ ചലഞ്ച് ജയിക്കുന്ന ആൾക്ക് മെയിൻ സമ്മാനം എന്താണെന്ന് വെച്ചാൽ ഗായ്സ് നിങ്ങളിത് കാണുക, 500 rupees. ഞങ്ങൾ ആദ്യമായിട്ടാണ് പൈസ വെച്ചൊരു കളി കളിക്കുന്നത്. അപ്പോൾ ഈ 4 ചലഞ്ച് ആര് വിജയിക്കുന്നു ആ വിജയിക്ക് ഈ 500 രൂപ ഞാൻ സമ്മാനം ഇട്ട് കൊടുക്കും. നിനക്ക് എവിടെ കിട്ടി? അത് എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ലേ ഞാൻ കൊടുത്തത്? അമ്മയുടെ നില എൻ്റെ. നിനക്ക് എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇന്നലെ അമ്പയറിങ്ങിന് പോയി പൈസ കിട്ടിയ. ശരിയാണ്, ഇന്നലെ ഞങ്ങൾ അമ്പയറിങ്ങിന് പോയി പൈസ കിട്ടി ഗൈസ്. അപ്പോൾ ആ പൈസ ഉണ്ടാക്കി. പൈസ കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൈസ വെച്ചൊരു ചാർജ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഈ നാലാമത്തെ വിജയിക്കുന്ന ആൾക്ക് ഈ 500 രൂപ ഞങ്ങൾ കൊടുക്കും. എനിക്കാണോ ഗൈസ്? അത് കണ്ടറിയണം. ഇവിടെ ജയിക്കുമോ ഇത് കണ്ടറിയണം. എനിക്ക് ഉറപ്പായി ഒരെണ്ണം പോലും ജയിക്കും. അത് തിന്നുന്നതല്ല നമ്മളെ ഒരു ചലഞ്ച് ജയിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തണ്ണിമത്തൻ ഈറ്റിംഗ് ചലഞ്ച്. ഇന്ന സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ തോളൂ. അല്ല നോക്കുന്നു. ഏതാ വൃത്തിയായിട്ട് ചേർത്തേ? ഒന്ന് തന്നു. ഇതും ആദ്യം ഞാൻ ചോദിച്ചു എന്താ ഇതിനകത്ത് എടുത്തിട്ടേ? തന്നെ എന്തില്ലായിരുന്നു? അമ്മ എടുത്തിട്ട് ഞാനൊന്നും അല്ല ഗൈസ്, ഞാനാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ചലഞ്ച് കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ചലഞ്ച് കഴിഞ്ഞപ്പോൾ വിജയായത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ മിസ്റ്റർ അനന്തു സുരേഷ്. നിനക്ക് നിർത്താറായില്ലേ? നമ്മൾ വിജയിക്കുമ്പോൾ നമ്മളെ പറ്റി നമ്മളെ പൊക്കി പറയണം, വേറെ ആരും ഇല്ലെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ഓറിയോ ബിസ്ക്കറ്റ് ചലഞ്ച്. അപ്പോൾ ഇതിങ്ങനെ നെറ്റിയിൽ വെക്കുക. നെറ്റിയിലാണോ കണ്ണിലാണോ? സോറി കണ്ണിൽ വെക്കുക. ഇത് കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വായിക്കകത്തെടുത്ത് കടിച്ച് തിന്നുക. ആദ്യം അങ്ങനെ ചെയ്യുന്ന ആൾ വിജയിക്കും. അപ്പോൾ അടുത്തത് എൻ്റെ മോൻ അത് പോയി. കിട്ടോ അതെന്നത് ഞാൻ പറഞ്ഞു. തുടങ്ങി പോലില്ല. അത് ക്യാമറ കേൾക്കണം. കറക്റ്റാണോ ഇത്? മതി ഞാൻ ക്യാമറ ചെക്ക് ചെയ്യട്ടെ. മുന്നേ കള്ളക്കളി കാണിച്ചു, നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മളിത് ഒന്നുകൂടെ ചെയ്യാൻ പോവാം. ഇനി കള്ളക്കളി കാണിച്ചാൽ ഒരു ചലഞ്ച് ചെയ്യാൻ ഇത്ര കള്ളത്തരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞിട്ടില്ലേ ഒന്നിനും ഷോർട്ട് കട്ട് പാടുന്നത്. ഞാൻ പറയാം, വെച്ചോണേ, കണ്ണി വെച്ചോ. 2, 3, 1 സ്റ്റാർട്ട്. എനിക്ക് എതിരാളികളില്ലെന്ന്. ഞാൻ ആദ്യം ഇട്ടതാ.
തോളന്ന് മസാജ് ചെയ്യൂ. നീ മസാജ് ചെയ്യൂ. രണ്ട് ചാലഞ്ച് കഴിഞ്ഞു. ഇനി അടുത്ത അപ്പോൾ അടുത്ത ഈ 2 ചലഞ്ചിലും ഞാൻ തന്നെ വിജയിച്ചു. എന്ത് ചെയ്യാനാ, എനിക്ക് ഇവരെ തോൽപ്പിക്കുന്നത് എതിരാളികളില്ലാതെ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പേര് എനിക്ക് ഇങ്ങോട്ട് വ്യക്തമായിട്ടൊരു പിടിയില്ല. ബോട്ടിൽ ഗ്ലാസ് ഫ്ലിപ്പ് ചലഞ്ച് എന്തോ ഇത് പറയുന്നത്? ബോട്ടിൽ ഗ്ലാസ് ചലഞ്ച് എന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞു തന്നെ, എന്നിട്ട് നീ അഭിനയിക്കല്ലേ? അപ്പൊ ഈ ഗ്ലാസ് ഇങ്ങനെ നേരെ വെക്കുക, ഈ ടേബിളിന്റെ അറ്റത്ത് വെച്ചിട്ട് ഇത് തട്ടി ഈ ബോട്ടിലിന്റെ മണ്ടക്ക് ഇങ്ങനെ വീഴ്ത്തുക. ഇതിങ്ങനെ തട്ടി അപ്പുറത്ത് പോവാണ്, നമ്മൾ തന്നെ കറക്റ്റായിട്ട് വീഴ്ത്തുന്നവര് ഈ ചലഞ്ച് ചെയ്യിക്കും. അപ്പോൾ നെക്സ്റ്റ് ഗ്ലാസ് ഫ്ലിപ്പ് ചാലഞ്ച്. അയ്യോ ചവിട്ടി പൊട്ടിക്കുന്നത് പണ്ടൊക്കെ ഞാൻ ചെയ്യുവാൻ പറ്റുന്നില്ല. റിസ്ക് ഉള്ള പണിയാണ്, കഴിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. തന്നെ കൊടുത്തു. അയ്യോ ഇതിന് അനുസരണ ഇല്ലല്ലോ. എനിക്ക് വയ്യ. അമ്മൂട്ടല്ലേ വെറുതെ നീ കളിക്കുക. നീ എന്നെ കുതുകാലിട്ട് വീഴ്ത്തുന്ന കള്ളത്തരം കാണി ജയിക്കാൻ എടുക്കല്ലേ? ഇത് കേറത്തില്ല. ഇവിടെ വലിയ മലമറിക്ക് ആനയാ ചേനൊക്കെ പറഞ്ഞ പുള്ളി രണ്ട് തട്ടിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം വരെ തട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് മിനിറ്റിനുള്ളിൽ ഇതിന്റെ ഷോ സഹിക്കണം ഗൈസ്. ഷോ തുടങ്ങും. എന്ത് ചെയ്യാൻ, ആദ്യം 3 ചലഞ്ചും ഞാൻ ജയിച്ചു. ഇവർ ചെയ്യട്ടെ, ഇനി ഞാൻ ചെയ്യുന്നില്ല. ഗൈസ് നിങ്ങൾ തന്നെ കണ്ടില്ലേ, എനിക്കൊരു എതിരാളികളല്ല. ഷോ തുടങ്ങട്ടെ. കഴിഞ്ഞു. വാ വാ വാ. ഇനി ആദ്യത്തെ 3 അല്ലെങ്കിൽ പരമ്പര ഞാൻ സ്വന്തമാക്കിയത് കൊണ്ട് ഇനിയൊരു ചലഞ്ചിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത ചലഞ്ച് പറഞ്ഞാൽ ഈ റിബൺ ഞങ്ങൾ ആദ്യം ഇങ്ങനെ കയ്യെ ചുറ്റി ആദ്യം തീർക്കുന്നതാണ് ഞങ്ങൾ വെച്ചിരുന്നത്. പക്ഷേ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചപ്പോൾ ഇതിങ്ങനെ അരയിലോട്ട് വെച്ചിട്ട് ഈ റിബൺ ഫുള്ള് കറങ്ങി ഇത് അറ്റം വരെ തീർക്കുന്നയാൾ ആദ്യം കറങ്ങി നിർത്താൻ പാടില്ല. നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ഞങ്ങളുടെ മനുഷ്യരല്ലേ, മഴ പെയ്യുന്നു. അതിന് മുന്നേ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാണ് ഗൈസ്, കാലാവസ്ഥ ഞങ്ങൾക്ക് പ്രതികൂലമാണ് ഗൈസ്. മഴ പെയ്യുന്നതിന് മുന്നേ ചലഞ്ച് ഏത് വിധേന ഞങ്ങൾക്ക് അപ്പോൾ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ചലഞ്ചസ് റിബൺ റാപ്പിംഗ് ചലഞ്ച്. തുടങ്ങിയോ? എൻ്റെ ഗിരിച്ചോട്ടല്ലേ? ഇല്ല. അമ്മു ചുറ്റും നോക്കിയോ? ഞാൻ അയ്യോ 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 ഞാൻ വീണു. ഞാൻ ഓടിയോ കറങ്ങി. തിരിഞ്ഞിരിക്കുന്നില്ല, ഞാൻ നിൽക്കുന്നു. ഇതെങ്ങനെ ഞാനാ കറക്റ്റായിട്ട് ചുറ്റിയത്? ആ വീഡിയോ ഒക്കെ നോക്കിയാൽ ഞാനാ കറക്റ്റായിട്ട് ചുറ്റേണ്ട കാര്യമൊന്നുമില്ല, ചുറ്റിയാൽ പറഞ്ഞു. അമ്മ ചുറ്റിയതാണ് ഇങ്ങനെ കറങ്ങിയിട്ട് 3 ചുറ്റി ഇങ്ങനെ കൈകൊണ്ട്. എന്നിട്ട് ചോദിച്ചോ? എന്നിട്ട് അത് ചോദിച്ചോ? അങ്കച്ചേകോനായ തച്ചോളിച്ചേകവരെ നേരിടാൻ ആരുണ്ടടാ? നീ ഉണ്ടോടി? കച്ച കെട്ടി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോ? ജയിച്ചിട്ട് ഒരു അഭിനയം കൂടെ. അയ്യോ ഞാൻ വീണേ. കറങ്ങുന്നേ കണ്ടായിരുന്നു. കറങ്ങി ഞാൻ വീണില്ലല്ലോ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ എൻഗേജഡ് ആയിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ 3 പേരും ആയതുകൊണ്ട് 3 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ചലഞ്ച് പൂർത്തീകരിച്ചു. പിന്നെ ഇവൻ ജയിച്ചതുകൊണ്ട് അത്ര വലിയ കാര്യമാണ് നോക്കാൻ വേണ്ട. ഇവരുടെ 2 പേരിലാണെങ്കിലും കുറച്ച് 5 മിനിറ്റിന് വ്യത്യാസമാണ്. 3 മിനിറ്റിനെങ്ങാണ്ട് നേരത്തെ ഇറങ്ങി വന്നായിരുന്നു പുള്ളി. അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ എന്നെക്കാൾ 2 തവണ കൂടുതലുണ്ട്. ആയതുകൊണ്ട് ഫസ്റ്റ് അടിച്ചല്ല, കഴിവ് കൊണ്ടൊന്നും അല്ല. അല്ലേടാ പിന്നെ ഷോ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു. അല്ല അങ്ങനല്ലല്ലോ വരണ്ടേ. എൻ്റെ ഷോ സഹിക്കാൻ വയ്യെങ്കിൽ നിങ്ങളത് ജയിച്ച് കാണിക്കണം. അതങ്ങനെ ആരും ചെയ്യേണ്ടത് അല്ല. അത് പറഞ്ഞ കുറച്ചോണം കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, അതല്ല നിങ്ങൾ അംഗീകരിക്കണം. ആണോടാ? ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങ് വെച്ചോ. അങ്ങനെ വെക്കൂ കേട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞു. ഈ ചലഞ്ച് ജയിക്കുന്ന ആൾക്ക് 500 രൂപ സമ്മാനമായിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ
ചലഞ്ച് ജയിച്ചത് ഇവനാണ്. അതിന് സമ്മാനം കൊടുക്കാനായിട്ട് അമ്മുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ ഗൈസ് അങ്ങനെ വാങ്ങിച്ചാൽ മതി. തിരുവല്ല TMMലെ മെയിൻ നേഴ്സായ ഞാൻ റിസൈൻഡ് ആണ്. റിസൈൻഡ് നേഴ്സായ അമ്മുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം വാങ്ങിക്കാൻ അച്ഛന്. ഞാൻ എൻ്റെ ഒക്കെ പറഞ്ഞോട്ടെ. വേണ്ട ദൈവം വേണ്ട, പ്ലീസ് പ്ലീസ്. അപ്പോൾ ഗൈസ് എൻ്റെ കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും മാത്രം നേടിയെടുത്തൊരു അംഗീകാരമാണിത്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാനിതിൽ എൻ്റെ കഴിവ് മൊത്തം തെളിയിച്ചിട്ടുണ്ട്. ഓഫാക്കല്ലേ. അപ്പോൾ ഗൈസ് കേൾക്കണം, ഇതെനിക്ക് കിട്ടി. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. ഇവൻ്റെ എവിടെ കുത്തി എൻ്റർ നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് വാങ്ങിച്ചു, നേടിയെടുത്തു. അപ്പോൾ ഗൈസ് നിങ്ങൾ സഹിക്കുക, ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. വാ ഇങ്ങന്ന് പറ, ഇങ്ങനെ പറ, ഇവിടെ നിന്ന് പറ. ആ മയക്ക് ഇവിടെ അവിടെ കേൾക്കത്തില്ല. ഞാൻ ആര് പറഞ്ഞു? പറഞ്ഞ വാക്കിന് കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഞാൻ തന്നോളാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ. ഇതെന്റെ പൈസ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ പൈസ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഈ ഒരു ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ 3 പേരും വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ വി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ.